സാരി അല്ലെങ്കിൽ മറ്റേ സ്ലീവ്ലെസ് കക്ഷം കാണിക്കാറുണ്ട്. കക്ഷം പിന്നെ എന്റെ വീക്ക്നെസ് ആണ്. ലൈവിലായാലും കക്ഷയില്ലാണ്ട് നിമിഷ ബിജോ ഇല്ല. എന്റെ കക്ഷത്തിന് ഭയങ്കര ഫാനാ. ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷെ ഈ കക്ഷത്തിനൊക്കെ ഇത്ര ഫാൻ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ ലൈവിലൊക്കെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത്. കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ തലയൊക്കെ ചൊറിയുമ്പോൾ തന്നെ എന്റെ മോളെ കക്ഷം കാണലേ മൂടാവുന്നേ എന്ന് പറഞ്ഞുള്ള കമന്റുകൾ വരുമ്പോഴാണ് എന്റെ കക്ഷത്തിന് ഇത്ര ഡിമാൻഡോ. എന്താണ് ഏതേ കിളവി ഇത് അറിഞ്ഞിട്ട് സെക്കൻഡ് ആയിട്ട് തുണി വയ്ക്കാവുന്ന ആള് ഏത് പറമ്പിലൊക്കെ വരൂലേ തുണി വയ്ക്കാൻ വേണ്ടിട്ട്. സെക്കൻഡ് ആയിട്ട് തുണിയൊക്കെ വയ്ക്കലുണ്ട്. എന്താ അവള് പറയുന്നത്? കക്ഷം കാണിച്ചിട്ടാണ് വയ്ക്കലെന്ന്. കക്ഷം തന്നെ ഇതാണ്. അത് കാണിച്ചിട്ടാണ് വയ്ക്കല്. അതിന് ഫാൻസ് ഉണ്ട്. അത്ര ഫാൻസ് ഉണ്ട്. ആര് ഫാൻസ്? ഇത് ഏതാ ഈ കിളവി? ഏതൊരു ഏതോ ബിജു എന്നൊക്കെയാണ് ലാസ്റ്റ് കേട്ടത് ഞാൻ. ഇതല്ലേ ഇത് പറയുന്നൊക്കെ? അവളെ മലത്തിനാളുണ്ട്, മൂത്രത്തിനാളുണ്ട്, ചെരുപ്പിനാളുണ്ട്. ഇതൊക്കെ ഏത് കേരളത്തിലെ പിള്ളേരാ അതിന്റെ ആൾക്കാർ? അതോ കിളവന്മാരോ? ആരാ എന്താ കിളവിന്റെ പേരെന്താ? ഞാനിപ്പോ ഫേസ്ബുക്കിൽ എന്തോ ഇൻസ്റ്റയിൽ നോക്കുമ്പോ മൊത്തം കക്ഷത്തിനാള്, ഫാന്, മൂത്രത്തിന്, തീട്ടത്തിന് ഫാൻ എന്നൊക്കെ പറഞ്ഞു. അവസാനം പറഞ്ഞൊരു കാര്യമാണ് വേസ്റ്റുള്ള ചെരുപ്പ് സംഭവം മൊത്തത്തില് വേസ്റ്റ് ആണ്. അല്ല ഇത് കാണണമെങ്കിൽ ഇതിന് വേറെന്തോ സബ്സ്ക്രിപ്ഷൻ എന്തൊക്കെ സാധനം അടുത്താലേ ഇവർ കാണാൻ പറ്റുള്ളൂ. ഈ കക്ഷം ഇതും ഇതൊക്കെ ഈ ചാലൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇത് ആരെ കാണുന്നത്? കക്ഷമാണുള്ള ഹൈലൈറ്റ്. ഭയങ്കര ഫാനാണെന്ന്. ഈ കക്ഷം കാണുന്ന ആൾക്കാരൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഈ ചെറുപ്പക്കാരായിരിക്കൂല, ഈ 60-70 വയസ്സായിട്ടുള്ള കിളവന്മാരായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ കുഴിയിൽ നീട്ടിയിരിക്കുന്ന ആൾക്കാർ. അല്ല ഇനി ആരാണെങ്കിലും ഞാൻ അതല്ലേ ഈ ചെറുപ്പക്കാരാണെങ്കിൽ കേരളത്തിൽ പിന്നെ ഇത്രയും ഗതികെട്ട ആൾക്കാരുണ്ടോ? ഈ കിളവിന്റെ കക്ഷം നോക്കണ്ടേ ഗതികെട്ട ടീംസ് ഒക്കെ ചിരിക്കല്ല ഫോട്ടോ. ഞങ്ങളതാ ആലോചിക്കണേ ഈ കിളവിന്റെ കക്ഷം നമ്മളെ കൊണ്ട് റംസാൻ മാസത്തിൽ നിങ്ങളിത് ചെയ്യാച്ചല്ല. ഞങ്ങളിത് ഇങ്ങനത്തെ കേസ് കെട്ടി എടുക്കാനാവില്ല ഇത് തുറക്കുമ്പോ ഇത് മുന്നിൽ ഇങ്ങനെ വരിക. ഇതെന്ത് കഷം മാത്രമേ ഉള്ളൂ? ഇതൊക്കെ ഞാൻ ഈ കേരളത്തിൽ ജോലി ഇല്ല എന്നിട്ട് അത് ഇന്റർവ്യൂ എടുക്കാൻ വേറൊരു പൊട്ടനും. ഇവര് നമ്മളെ പോലത്തെ എത്ര നല്ല നല്ല ആൾക്കാരുണ്ട്. പിന്നെ സഭ്യമായിട്ട് സംസാരിക്കുകയും സഭ്യമായിട്ട് വീഡിയോ ചെയ്യുന്ന എത്ര വരമ്പ പോലത്തെ എത്ര ആൾക്കാരുണ്ട്. ഇത് എന്നിട്ട് ഏതോ ഒരു വിടാച്ചെമ്പിനെ കൊണ്ടുവന്ന് വെച്ച് അതിന്റെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ എന്തിനാ അവര് സംസാരം? അത് ഇവിടെ ഇപ്പോഴത്തെ യുദ്ധങ്ങൾ വരെ നടക്കണം. അതിനെ കുറിച്ച് ചർച്ച ചെയ്യില്ല. ഇവന് ഈ കഷമാണ് കിട്ടിയത്. കേരളത്തില് വേറെ എന്തൊക്കെ ചർച്ച ചെയ്യാണ്ട് അവള് തന്നെ പറയണ എന്റെ മൂത്രപരമാക്കിയ ആൾക്കാരുണ്ട്. മൈരിവിളി ഇന്റർവ്യൂ വെളിയിറങ്ങി അടിച്ചു കൊല്ലുമല്ലോ ആര് കണ്ട്. ഞാനൊരാഴ്ച ചിരിക്കാൻ അവനെ ചിക്കനിപ്പത് ഈ യുദ്ധമൊക്കെ തുടങ്ങിയല്ലേ ഈ വീഡിയോ കണ്ടിട്ട് ചിരി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കേരളത്തില് പിന്നെ ജോലിയില്ല യുവാക്കൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞപ്പോ ഇത്രത്തോളം ജോലി ഇല്ല എന്നുള്ള ആലോചിക്കാം. 3 ലക്ഷം 5 ലക്ഷം ജയിലിൽ കിടന്നുകൂടെ ഇതിനെ കഴിച്ചു വന്നിട്ട് ജയിലിൽ 550 സാലറി കൊടുക്കുന്നുണ്ട്. ഇതിന് ഫോളോ ചെയ്യേണ്ട ഒരു ആൾക്കാർ എന്തും മാങ്ങാതിരിക്കത്തിന് ഫോളോ ചെയ്യണ ആ കഷ്ടം കാണാൻ. കഷ്ടം തന്നെയാണോ കാണിക്കണേ? എനിക്കറിയില്ല. ഞാൻ ഇത് ഏതാ കഷ്ടമായിരുന്നാലും ഇപ്പൊ എന്ത് കാണിച്ചാലല്ല ഒരേപോലെ കഷ്ടം ഇങ്ങനെ കുറെ കാണിച്ചു തന്നപ്പോ അതിനൊരു കണക്കില്ലേ. പിന്നെ സഞ്ജയ് ആയാലും എന്തൊരു കഷ്ടാണ് ഇതേപോലത്തെ ആൾക്കാരെ വീഡിയോ എടുക്കാൻ അവസ്ഥയെ. ഓക്കെ പറഞ്ഞാലൊന്നും വലിയ കാര്യമൊന്നും. നിങ്ങൾ കണ്ടോട്ടോ, നിങ്ങൾ കഷ്ടമൊക്കെ വാങ്ങിക്കേ. കണ്ട് കഷ്ടം ഇട്ടിട്ട് ഈ 3 ചാനലോട്ട് വാങ്ങിച്ചവരുണ്ടെങ്കിൽ ജട്ടിയുടെ ഫോട്ടോ കാണിക്കില്ല. ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെന്നാ പറഞ്ഞ ഈ ജഡ്ഡിയും കക്ഷമൊക്കെ കാണില്ല. ഇവള് ഒരു സെക്കൻഡ് ജട്ടിയിട്ട് മാറ്റി ഇടുവന്നു. അല്ലെങ്കിൽ വിൽക്കാൻ പറ്റുമോ എന്ത് എനിക്കറിയില്ല. ഇതൊക്കെ വിൽക്കാൻ ആളുകൾ ക്യൂ ഒന്ന്. ഇത് കേരളത്തിൽ വിൽക്കാനോ വാങ്ങിക്കാനാണോ നമുക്കറിയില്ല. ഇത് ക്യൂ നിൽക്കാണ്. എവിടുത്തെ ക്യൂ? എന്നാലും ഒരു ദിവസം എത്ര ജട്ടി ഇടും? ഇത് ജേട്ടി ഇടല്ലോ. ഇത് വലിയ തള്ളോടോ മേക്കപ്പ്. എനിക്ക് പറയേണ്ടതൊന്നും പരസ്യം ചെയ്യണം. ഇവിടെ പേരിൽ പരസ്യം ചെയ്യണം. ഇവിടെ ഇട്ട പ്രായമായിരുന്നു, ഇതിനകത്തുള്ള പ്രായമാണ് ഇടല്, ഇതിനകത്തുള്ള ജട്ടിയാണ് ഇടല്. നീ ഗോമൂത്രമാണോ? കേരളത്തിൽ ഇത്രയ്ക്കധികം മൂത്രം ഇവിടെ എങ്ങനെ വരുത്തുന്നു? ഇത് ഇങ്ങനത്തെ ഓരോ ടീം പുതിയ ഇപ്പൊ ഒരുത്തി ഇറങ്ങിയില്ല എന്താ ഈ എന്തിന് കീഴ്ശ്വാസം വിട്ട് കുപ്പിയിൽ അടച്ചു വെക്കുന്ന ഒരാള് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊക്കെ പിന്നെ കാണാൻ ഒരു കോലുണ്ട്. ഈ മാതിരി കിളവിയാ ഞങ്ങൾ ആലോചിക്കണമല്ല. കേരളത്തിലെ പിള്ളേരെന്നെയാണോ? ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഏതായാലും ചങ്ങന്മാരെ ഇതിനൊക്കെ സബ്സ്ക്രിപ്ഷൻ മറ്റേ മിഷനൊക്കെ എടുത്ത് കാണുന്നുണ്ടെങ്കിൽ അതിനെക്കാളും നല്ല വേറെ വല്ല പണിക്കും പോയിക്കോളി കേട്ടോ. ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. ഓപ്പറേഷനില് വരാൻ പോയാലും ഇനിയുണ്ട് അന്തസ്. എന്നാലും ഈ ഷഡ്ഡിയൊക്കെ വാങ്ങിക്കാൻ പോണല്ലോടാ നീയൊക്കെ. ഏതായാലും നോമ്പായി പോയി. ഇല്ലെങ്കിൽ വേറെ വല്ലതും പറഞ്ഞു. അപ്പൊ ഓക്കെ ശരി.